പൊന്നുഷ സന്ധ്യയെ ചിരിച്ചു, മധ്യാന സന്ധ്യയെ ജ്വലിച്ചു, സായം സന്ധ്യയെ കഴുകി, ത്രികാല സന്ധ്യ പോൽ നിൻ ജന്മം. നീ തൊട്ടുണർത്തി ഹൃദയ പൂക്കളിൽ നിറയുന്ന മധുവും മണവും അറിയാതെ ഒളിപ്പിച്ചു വെച്ചോ കാലം. നീ പോവുക നിൻ വഴിയേ, സഫലമീ യാത്ര, സഫലമീ യാത്ര. സ്വർഗദൂതിക നീ, ഭൂമിപുത്രി സർവം സഹേ. കർമ്മവീതിയിൽ ഏകയാത്രിക സ്നേഹാർദ്രേ, കർമ്മവീതിയിൽ ഏകയാത്രിക സ്നേഹാർദ്രേ. തമ്പിസാറ് പുതിയ വാർത്ത അറിഞ്ഞോ? മാനസപുത്രി IAS വലിച്ചെറിഞ്ഞു. ഞാനത് പ്രതീക്ഷിച്ചതാ. വസുന്ധര എങ്ങനെ അറിഞ്ഞത്? സഞ്ജു ഇപ്പൊ വിളിച്ചിരുന്നു. അവക്കെന്താ ഭ്രാന്താണോ? ആ പാവം മായയുടെ മാനസികാവസ്ഥ പോലും അവള് മനസ്സിലാക്കുന്നില്ല. അവൾക്ക് ഭ്രാന്തല്ല. അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. ലച്ചു വിളിക്കുന്നു. സാറ് ഫോൺ എടുക്ക. ലച്ചു, വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഇത്രയും പെട്ടെന്ന് സാറിന്റെ ചെവിയിൽ എത്തിയോ? കൊള്ളാം. ഇതൊരു വലിയ വാർത്തയല്ലേ മോളെ? സഞ്ജു ആണ് വസുന്ധരയെ വിളിച്ചു പറഞ്ഞത് ലച്ചു IAS വലിച്ചെറിഞ്ഞു എന്ന്. ഇനി എന്താ പ്ലാൻ എന്ന് അവനറിയില്ലല്ലോ. ഞാൻ സാറിനോട് പറഞ്ഞിട്ടില്ലേ ട്രൈബൽ ഏരിയയിൽ വർക്ക് ചെയ്യണമെന്ന്, അവർക്ക് വേണ്ടി ജീവിക്കണമെന്ന്. അതിനുള്ള സമയമായിന്ന് എനിക്ക് ബോധ്യായി. എനിക്കിപ്പോ നിയമബിരുദമുണ്ട്. ഏത് കോടതിയിലും കേസ് വാദിക്കാം. ഇനി പാവപ്പെട്ട അമ്മമാർക്ക് വേണ്ടി ശബ്ദിക്കണം. എനിക്ക് കഴിയുന്നത് ചെയ്യണം. ഒരാജ്ഞാനവർത്തിയായി ആരെങ്കിലും പറയുന്ന ഫയലുകളിൽ ഒപ്പിട്ട് ജീവിതം കഴിക്കാൻ എനിക്ക് പറ്റില്ല സർ. എന്റെ വഴി അതല്ല. അതിന് എത്രയോ IASകാരുണ്ട്. മോള് ചിന്തിച്ച വഴിക്ക് മോള് പൊയ്ക്കോ. നിനക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. നാളെ രാവിലെ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കും. നാട്ടിൽ വരുന്നത് കൊള്ളാം. എന്നെ വന്ന് കാണണം കേട്ടോ. ഉറപ്പായിട്ടും സർ. ആ, ഓക്കെ. അപ്പ അറിഞ്ഞത് സത്യം തന്നെ. അവള് IAS ഉപേക്ഷിച്ചല്ലേ? അവളത് വലിച്ചെറിഞ്ഞു. അവള് പറയുന്നതിലും സത്യമുണ്ട്. നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ വിചാരിച്ച പോലെ ഒരു പെണ്ണല്ല ലച്ചു എന്ന്. നാറാണത്തെ ഭ്രാന്തന്റെ കഥയല്ലേ മായമ ഓർക്കുന്നത്? കഷ്ടപ്പെട്ട വലിയൊരു പാറ മലമുകളിൽ ഉരുട്ടി കയറ്റിയിട്ട് താഴേക്ക് ഉരുട്ടിവിട്ട കഥ. അതൊരു കഥയല്ല മോളെ, പാഠമാണ്. നേടിയതൊന്നും അല്ല നേട്ടമെന്ന് തിരിച്ചറിയുന്നൊരു കാലം വരും. നമുക്ക് ശരിയെന്ന് തോന്നിയത് ചെയ്താ അതൊന്നും നഷ്ടങ്ങളാവില്ല. ഇന്നും കൂടെ ഉണ്ടാവും. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് പോകാൻ പറ്റില്ല. എനിക്കൊരു സംശയമുണ്ട്. ഞാൻ പറഞ്ഞത് നിനക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലേ? നീ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് കൊണ്ടുണ്ടായ സംശയം. അല്ല, ഞാൻ ഉൾക്കൊണ്ടാണ് മായമ്മ സംസാരിക്കുന്നത്. നിനക്ക് ഈ കാര്യത്തില് ഒരു പുനർചിന്തയുടെ കാര്യം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. മായമ്മ നിന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് കളക്ടറാക്കി. എന്നിട്ട് എനിക്ക് മായമ്മയോട് നീതി പുലർത്താൻ കഴിഞ്ഞില്ലെന്നുള്ള ചിന്തകള് നിന്റെ മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം. അത് വേണ്ട. മായമ്മയുടെ മനസ്സില് ഒരു തരി സങ്കടം പോലും ഇല്ല. എന്റെ മകളുടെ ഓരോ ചുവടും ദൈവം കൈപിടിച്ച് നടത്തുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
അന്ന് ഗർഭിണിയായിരുന്ന ഞാൻ മരിച്ചു പോകേണ്ടതായിരുന്നു. ഞാനും നീ ഇപ്പോ ഭൂമിയിൽ ഉണ്ടാവില്ലായിരുന്നു. അന്ന് ആ സമയത്ത് ദൈവം പറഞ്ഞയച്ചതുപോലെ വന്നതാ ശാരദാമ്മ. ശാരദാമ്മ എപ്പോഴും പറയുമായിരുന്നു ലച്ചു ഒരുപാട് ഉയരത്തിലെത്തുമെന്ന്. പഠിച്ച് പാസ്സായി എത്തുന്ന ഉയരമുണ്ടല്ലോ, അതല്ല യഥാർത്ഥ ഉയരം. അതിനേക്കാൾ ഉയരമുണ്ട്, ആകാശത്തിനോളം എത്തേണ്ട ഉയരം. അവിടെയാണ് എന്റെ ലച്ചുവിനെ എത്താൻ പോകുന്നത്. നിന്റെ മായം അനുഭവിച്ച കഷ്ടപ്പാട് നിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. നീ IAS വലിച്ചെറിഞ്ഞതും നിന്റെ ഉള്ളിൽ മായമ അനുഭവിച്ച സങ്കടമുള്ളതുകൊണ്ട്. എനിക്കറിയാം നീ ചെയ്തതാ ശരി. നമുക്ക് ചുറ്റും ചൂഷണം ചെയ്യപ്പെട്ട ഒരുപാട് അമ്മമാരുണ്ട്. അവരുടെ വേദന മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയില്ല മോളെ. ഇപ്പൊ നിനക്ക് അതിനുള്ള കഴിവും പ്രാപ്തിയുണ്ട്. കളക്ടറായിരുന്ന സമയത്ത് ബന്ധങ്ങൾ നിനക്കുണ്ട്, നിയമബിരുദമുണ്ട്. കുടുംബജീവിതത്തിന് താല്പര്യമില്ലെന്ന് നീ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. ദൈവം ഇത് നിനക്കായി വിധിച്ചൊരു യാത്രയാ. നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം. ഇനി നാട്ടിൽ പോവാൻ മായമ്മേ. കളക്ടർ ശ്രീലക്ഷ്മി ആയിട്ടല്ല, അഡ്വക്കേറ്റ് ശ്രീലക്ഷ്മി ആയിട്ട്. എന്താ മാഡം കാണണമെന്ന് പറഞ്ഞത്? ഇതെന്താ കളക്ടർ ടാക്സിയിലൊക്കെ? സുഗന്യക്ക് തിരക്കുണ്ടോ? കുറച്ചു നേരം സംസാരിക്കാനാ ഞാൻ വിളിച്ചത്. എനിക്ക് തിരക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ഈ നാട്ടില് വിരലിലെണ്ണാവുന്ന ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂന്ന്. എന്നെ കൺഫ്യൂസ്ഡ് ആക്കാതെ മാഡം കാര്യം പറയേ. എന്താ മാഡം? ഇതുവരെ ഞാൻ എത്തിയത് എന്റെ ഉറച്ച തീരുമാനങ്ങൾ കൊണ്ടാണ്. ആ തീരുമാനങ്ങളാണ് എന്റെ വിധി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് സത്യമെന്ന് ഈ നിമിഷത്തിലും ഞാൻ കരുതുന്നു. ഞാനിപ്പോ പ്രധാനപ്പെട്ടൊരു തീരുമാനം എടുത്തു. കേൾക്കുന്നവർക്ക് മണ്ടത്തരമാണെന്ന് തോന്നും. മാഡത്തിനെ പോലെ ഒരാൾ വെറുതെ ഒരു തീരുമാനം എടുക്കില്ലല്ലോ. എന്താണെങ്കിലും മാഡം പറയൂ. ഈ നാടിനോട് ഞാൻ വിട പറയാ. എന്തു പറ്റി? ട്രാൻസ്ഫർ ആണോ? അല്ല, ഞാൻ ജോലി റിസൈൻ ചെയ്തു. ഓ മൈ ഗോഡ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കളക്ടർ ആയ ശേഷം ഒരാൾ റിസൈൻ ചെയ്യാന്നൊക്കെ പറഞ്ഞ എന്തു പറ്റി മാഡം? സന്തോഷം കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ ഈ സ്ഥാനവും പദവിയും കൊണ്ട് എന്താ കാര്യം? എനിക്കിപ്പോ LLB ഉണ്ട്. സാധാരണക്കാർക്ക് വേണ്ടി പൊരുതാൻ എനിക്ക് ഈ നിയമബിരുദം തന്നെ ധാരാളം. മാഡത്തിന് കളക്ടറായിട്ടിരുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാമായിരുന്നില്ലേ? ഇങ്ങനെ ഒളിച്ചോടിയാൽ എങ്ങനെയാ? ശരിക്കും ഇതൊരു ഒളിച്ചോട്ടം തന്നെയല്ലേ? അമ്മയെ ഞാൻ നാട്ടിലേക്ക് അയച്ചു. ഞാൻ ഗിരിപുരത്തേക്കാ പോകുന്നത്. ഗിരിപുരത്തേക്കോ? സുകന്യെ കണ്ട് യാത്ര പറയണമെന്ന് തോന്നി, അതാ വിളിച്ചത്. ഞാനിപ്പോ അങ്ങോട്ടേക്കുള്ള യാത്രയില്ല. എന്നാലും മാഡം, സുകന്യ എന്റെ മനസ്സിലേക്ക് തീ പടർത്തിയത്.
ഞാൻ ഗിരിപുരത്തെക്കുറിച്ച് നെറ്റിൽ സെർച്ച് ചെയ്തു. എനിക്കവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. ഇനി മാഡത്തിനെ പിന്തിരിപ്പിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അതാണ് മാഡത്തിന്റെ ക്യാരക്ടർ. അവിടെ പോയാലേ ഞാൻ പറഞ്ഞ വിശാഖ മാഷിനെയും അഡ്വക്കേറ്റ് അഖിലയും കാണണം. എനിക്കിവിടെയുള്ള ജോലി കഴിഞ്ഞാൽ ഞാനും അങ്ങോട്ട് വരാം. അപ്പൊ നമുക്ക് കാണാം. മാഡം ഒരു സാധാരണ പെണ്ണല്ല. ഈ മുഖം കണ്ടാ അറിയാം. എല്ലാവരും ആദരിക്കുന്ന ഒരു വലിയ നിലയിലെത്തും. ഈ ഇച്ഛാശക്തിക്ക് മുന്നിൽ തോൽവി ഉണ്ടാവില്ല. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ ശരി, ശരി, കാണാം. ഞാനും വരും അധികം വൈകാതെ. ശരി. ഹലോ ഹലോ. കേക്കാവോ? ഇവിടെ റേഞ്ച് കുറവാ. ആ, കേൾക്കാം. പറഞ്ഞോളൂ, ആരാ? ആ, വിശാഖ മാഷല്ലേ? അതെ, ഞാൻ വിശാഖനാണ്. എന്റെ പേര് ശ്രീലക്ഷ്മി, അഡ്വക്കേറ്റ് ശ്രീലക്ഷ്മി. ആ, കളക്ടർ ശ്രീലക്ഷ്മിയാണോ? ആയിരുന്നു മാഷെ. ഞാൻ ആ പദവി റിസൈൻ ചെയ്തു. ഇപ്പൊ അഡ്വക്കേറ്റ് ശ്രീലക്ഷ്മി എന്ന് അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. മാമിനെ കുറിച്ച് സുകന്യ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സുകന്യ പരിചയപ്പെട്ട ദിവസം തന്നെ എന്നെ വിളിച്ചിരുന്നു. ജോലി റിസൈൻ ചെയ്തതും സുകന്യ പറഞ്ഞാ ഞാൻ അറിഞ്ഞത്. അല്ല, എന്താ ഇങ്ങനൊരു തീരുമാനം എടുത്തത്? നല്ലൊരു പോസ്റ്റല്ലേ വേണ്ടാന്ന് വെച്ചത്? മനസ്സിനിണങ്ങിയത് മാത്രം ചെയ്യണം. മനസ്സിനിണങ്ങാത്തത് ഇനി എത്ര വലിയ പദവിയായാലും വലിച്ചെറിയാൻ മടിക്കരുത്. ഞാനതിനെ അങ്ങനെ കാണുന്നതേ ഉള്ളൂ. അന്നത്തെ ഒരു ഒഴുക്കിൽ IAS നേടി. ആ ഒഴുക്ക് അവിടെ അവസാനിച്ചു. അല്ല, മാം എന്താ വിളിച്ചത്? പ്ലീസ്, മാം എന്ന വിളി വേണ്ട. ഫ്രണ്ട്സും ഫാമിലിയും എന്നെ ലച്ചു എന്നാ വിളിക്ക. മാഷിനെ എന്നെ അങ്ങനെ വിളിക്കാം. ഓക്കെ, ആയിക്കോട്ടെ. വിളിച്ച കാര്യം പറഞ്ഞില്ല. ആ, എനിക്ക് മാഷിനൊന്ന് നേരിൽ കാണുന്നുണ്ട്. അതിനെന്താ, എവിടെ വരണമെന്ന് പറഞ്ഞാ ഞാൻ അങ്ങോട്ട് വരാം. ആ, വേണ്ട, ഞാൻ ഗിരിപുരത്തേക്ക് വരാം. ഗിരിപുരത്തേക്കോ? ഇതൊരു ട്രൈബൽ ഏരിയ ആണ്. എനിക്ക് വരേണ്ടതും അവിടെ തന്നെയാണ്. മാഷേ, എന്റെ മനസ്സിലെ ചിന്തകൾ ഞാൻ മാഷിനോട് ചുരുക്കി പറയാം. ഗിരിപുരത്തുള്ള അവിവാഹിതരായ അമ്മമാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് മാഷിനെ പോലുള്ളവരുടെ സഹകരണം എനിക്ക് വേണം. തീർച്ചയായും അതുണ്ടാവും. ലച്ചുവിനെ പോലൊരാൾ അതിന് മനസ്സ് കാണിച്ച ഇവിടെയുള്ള എത്രയോ സ്ത്രീകൾ രക്ഷപ്പെടും. ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു മാഷെ. മാഷിന്റെ വാക്കുകൾ എനിക്ക് ആവേശം തരുന്നുണ്ട്. അവിവാഹിതരായ അമ്മമാർ ഇനി ഉണ്ടാവരുത്. ചൂഷണത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തണം. അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവരണം. അങ്ങനെ ഒരുപാട് ആഗ്രഹം എന്റെ മനസ്സിലുണ്ട്. അതൊക്കെ സാധ്യമാവുന്ന കാര്യമാണോന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ പരിശ്രമിക്കും. അതിന് ഞാൻ കണ്ടെത്തിയത് ഗിരിപുരമാണ്. ഗിരിപുരത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞത് മാഷിന്റെ വീഡിയോകളിലൂടെയാണ്. വളരെ സന്തോഷം. ലച്ചു, ധൈര്യമായിട്ട് വരൂ. ഇവിടെ എന്ത് സഹായം ചെയ്യാനും ഞാനുണ്ടാവും. നമുക്ക് നേരി കാണാം. താങ്ക് യു. ലച്ചുവിന് ഒന്നുകൂടി ഗിരിപുരത്തേക്ക് സ്വാഗതം. ഓക്കെ. ഇവിടെയുള്ള പാവങ്ങളുടെ സമയം ശരിയായെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ IAS വലിച്ചെറിഞ്ഞ് ഒരു പെണ്ണ് ഇങ്ങനൊരു കൃത്യം ഏറ്റെടുത്ത് ഈ നാട്ടിലേക്ക് വരൂ. കളക്ടർ തിരിച്ചു വന്നു അല്ലേ? സാറിങ്ങനെ പറയുന്ന എനിക്കറിയായിരുന്നു. ഞാൻ തമാശ പറഞ്ഞതല്ലേ മോളെ? എനിക്ക് തമാശയായിട്ടും തോന്നുന്നില്ല.
കളക്ടർ പദവി വലിച്ചെറിഞ്ഞുകൊണ്ട് ആദിവാസി ഊരിലേക്ക് പോകുന്നു. എന്താ കുട്ടി ഇത്? പല സിനിമയിലും മറ്റും നടക്കും. വസുന്ധരാമ്മ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ അങ്ങോട്ട് പോയാൽ കളക്ടർ ഉദ്യോഗം തിരിച്ചു കിട്ടില്ല. തെളിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ വിട്ടേക്ക്. അല്ലാതെ എന്ത് പറയാൻ പറ്റും വസുന്ധരാമ്മേ? എന്നാലും ഇത് വല്ലാത്ത പോക്ക് തന്നെയാ മോളെ. മായേ, നിനക്ക് വിഷമമില്ലേ ഇവളിങ്ങനെ കാണിച്ചപ്പോ? ഞാൻ എന്തിനാ വസുന്ധരമ്മയെ ദുഃഖിക്കുന്നെ? അവൾ അവളുടെ തീരുമാനം എടുത്തു, ആ വഴിക്ക് പോയി. എല്ലാം ഞാൻ അവൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയല്ലേ. ഇനി പ്രത്യേകിച്ച് ഞാനൊന്നും പറയുന്നില്ല. ദേ, ഇപ്പൊ തന്നെ രാത്രി ഒരുപാടായി. നിങ്ങളിപ്പോ പോയി കിടന്നുറങ്ങ്. ബാക്കി സംസാരം നാളെ. എന്നാലും ഇത് വല്ലാത്ത സംഭവമായി തമ്പി സാറേ, പറയാതെ വയ്യ. ഇന്ന് ഇങ്ങനെ പറയുന്ന താൻ തന്നെ നാളെ ഇത് മറിച്ചു പറയും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ആ, നാളെ ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഓക്കെ. ആ, ലച്ചുവോ, ഇരിക്കെ. എടോ, താൻ എന്നെ ഞെട്ടിക്കുകയാണല്ലോ. ഇന്നലെ ജോലി വലിച്ചെറിഞ്ഞു, ഇന്ന് പുതിയ ഭാവത്തിൽ ഇവിടെ എത്തി. എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ശരിയെന്ന് തോന്നുന്നത് മാറ്റിവെച്ചിട്ട് കാര്യമില്ല. ഞാൻ ലച്ചുവിനെ കുറിച്ച് എന്റെ വൈഫിനോട് പറഞ്ഞു. അവൾക്ക് തന്നെ പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. അല്ല, മോൻ എത്ര വയസ്സായി? ആ, 1 വയസ്സ്. എന്താ മോന്റെ പേര്? നീരജ്. നീരജ്, നല്ല പേര്. സഞ്ജുവിനൊരു ഫാമിലി ലൈഫ് ഉണ്ടാവാൻ ദിനേശ് അങ്കിളും പ്രവീൺ ആന്റിയും ഒരുപാട് ആഗ്രഹിച്ചതല്ലേ? ആ, ലച്ചുവിന് ഇങ്ങനൊരു ഫാമിലി ലൈഫ് താല്പര്യമില്ലല്ലോ. അതുണ്ടായിരുന്നെങ്കില് ഇങ്ങനൊരു കാര്യത്തിന് ഇറങ്ങി തിരിക്കില്ലായിരുന്നല്ലോ. എന്താ സഞ്ജു, എന്റെ കാര്യങ്ങള് വില കുറച്ചാണോ കാണുന്നേ? ഹേയ്, ഒരിക്കലുമില്ല. അല്ല, എന്താണ് തന്റെ ഫ്യൂച്ചർ പ്ലാൻ? ഞാനൊരു വെട്ടിയാണെന്ന് സഞ്ജുന് തോന്നാം. പക്ഷേ ഞാൻ ഗിരിപുരത്തേക്ക് പോവുക. എടോ, അതാണ് തന്റെ ഉദ്ദേശമെന്ന് തമ്പി സാറ് പറഞ്ഞിരുന്നു. പക്ഷേ അതത്ര എളുപ്പമല്ല. ആ മേഖലകളിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തെങ്കിലും ക്ഷേമകാര്യങ്ങൾ ചെയ്യാമെന്നല്ലാതെ അവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താഴെ തട്ടിൽ നിന്നും പ്രവർത്തനങ്ങൾ തുടങ്ങണം. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും വേണം. അതൊക്കെ തന്നെ കൊണ്ട് പറ്റുമോ? ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഒന്നിനും കഴിഞ്ഞില്ലെങ്കിൽ പിന്മാറാം. ഒന്നും ചെയ്തില്ലെന്ന് വേണ്ടല്ലോ. അങ്ങനെയാണെങ്കില് ലച്ചു ഒന്ന് ശ്രമിച്ചു നോക്ക്. ആവശ്യമുള്ള സഹായങ്ങൾ ഞാൻ ചെയ്തു തരാം. സഞ്ജുവിന്റെ സഹായം വേണം. കാരണം ഗവൺമെന്റ് സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് പലതും ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ സഞ്ജുവിനെ ഒന്ന് കാണാൻ വന്നത്. എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യാം. കാരണം ഇതൊരു പോരാട്ടമാണല്ലോ. അതില് പങ്കുചേരുന്നത് നിസ്സാര കാര്യമല്ല. അല്ല, നിയമത്തിന് നിരക്കാത്തതൊന്നും എനിക്ക് വേണ്ടി സഞ്ജു ചെയ്തു തരണ്ട. ഇതില് പാവപ്പെട്ടവർക്ക് അർഹതയുള്ളത് മാത്രം ചെയ്തു തന്നാ മതി. ഉറപ്പായി തന്റെ ഒപ്പം ഞാനുണ്ടാവും. നാളത്തെ കക്ഷികൾക്ക് നോട്ടീസ് അയച്ചോ? അയച്ചു മാഡം. അവര് നാളെ രാവിലെ എത്തും. മാഡത്തിന് ഇന്ന് വേറെന്തോ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഒരു പ്രോഗ്രാം ഇന്നുണ്ട്. ഞാൻ വെയിറ്റ് ചെയ്യുന്നതേ ഒരു വിസിറ്ററിന് വേണ്ടിയാ. താൻ കേട്ട് കാണുമെന്ന് തോന്നുന്നു. കളക്ടർ സ്ഥാനം ഉപേക്ഷിച്ച പെൺകുട്ടിയെ കുറിച്ച് പത്രത്തില് വാർത്തയൊക്കെ വന്നിട്ടുണ്ട്. തമിഴ്നാട് കളക്ടർ ശ്രീലക്ഷ്മി അല്ലേ? അവര് മലയാളിയാ. അവര് വന്നെന്നാ തോന്നുന്നേ. അവരകത്തേക്ക് പറഞ്ഞു വിട്ടേ. ശരി മാഡം. ഹലോ, വെൽക്കം ശ്രീലക്ഷ്മി IAS. അയ്യോ മാഡം, അത്ര അലങ്കാരം വേണ്ട. ശ്രീലക്ഷ്മി ഇരിക്കെ. മാഡം എന്നെ ലച്ചു എന്ന് വിളിച്ചാ മതി. സ്വീറ്റ് നെയിം.
എന്നെ കാണണമെന്ന് ലച്ചു പറഞ്ഞപ്പോ ഞാൻ ലച്ചുവിനെ കുറിച്ചൊരു അന്വേഷണം നടത്തി. ലച്ചു എടുത്ത തീരുമാനം അധികാരികളെ പോലും ഞെട്ടിച്ചു. അതിലൊന്നും വലിയ കാര്യമില്ല മാഡം. ഞാൻ സർവീസിലിരുന്നപ്പോ തന്നെ ട്രൈബൽ ഏരിയയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെയാണ് LLB എടുത്തത്. പുതിയൊരു മാറ്റം വരണമെന്ന് എന്റെ മനസ്സ് ആഗ്രഹിക്കുന്നു. ഞാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. എനിക്ക് മാഡത്തിന്റെ ജൂനിയർ ആവാനാണ് ആഗ്രഹം. ട്രൈബൽ ഏരിയയിലുള്ള കേസുകൾ എനിക്ക് തന്നാ മതി. അതായത് ആ വിഭാഗത്തിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ എനിക്ക് കഴിയും. വളരെ സന്തോഷം. ഞാൻ ചില കേസുകള് സൗജന്യമായാണ് വാദിക്കാറ്. അതിൽ താല്പര്യപ്പെട്ട ഒരാൾ വന്നാല് അതിലും വലുതായി വേറെ എന്താ ഉള്ളത്? എല്ലാവർക്കും എല്ലാം അങ്ങനെ പറ്റില്ലല്ലോ. ഈ സൗജന്യ സേവനം അവരുടെ പ്രശ്നങ്ങൾ അറിയണമെങ്കിൽ ഏറ്റവും എളുപ്പം അവരുടെ കേസുകൾ ഏറ്റെടുത്ത് അവരുടെ വക്കീലാവുകയാണ് വേണ്ടത്. ലച്ചുവിനെ പോലൊരു ജൂനിയറെ കിട്ടിയത് എന്റെ ഭാഗ്യാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് ലച്ചു വലിച്ചെറിഞ്ഞ പദവിയാ. അതിലൊന്നും കാര്യമില്ല മാഡം. അതിനേക്കാൾ എത്രയോ മഹത്തരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അത് തന്നെയാ ഞാനും കരുതുന്നത്. പിന്നെ ലച്ചു മാരീഡ് അല്ലെന്നറിയാം. കൂടെ ആരാ ഉള്ളത്? അമ്മയുണ്ട്. അച്ഛൻ? അച്ഛനില്ല.